സസ്റ്റൈനബിലിറ്റിയിൽ ഊഞ്ഞാലാടുന്നവർ ഈ വീഡിയോ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ചിലപ്പോൾ ടോളറൻസ് അവർക്ക് ഉണ്ടാകത്തില്ല. എന്താണെങ്കിലും ഈ ഓരോ സീസണിലെയും പല കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അയ്യോ ഹൈദരാബാദ് എഫ് സിയുടെ ഗതി കണ്ടില്ലേ, അവരെപ്പോലെ നമ്മളും പൂട്ടിപ്പോയില്ലേ, അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇതേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അങ്ങനെ ഒരു മേജർ ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇനി അല്ലെങ്കിൽ പുതുതായിട്ട് ഏതെങ്കിലും ക്ലബ്ബ് ഫോം ചെയ്തിട്ട് അവർ ISLലോട്ട് വരേണ്ടിയിരിക്കുന്നു. വെൽ ഡിസേർവ്ഡ്. കാരണം ഞാൻ ഈ ഒരു മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തന്നെ വിജയിക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടത്. അത് എന്താ മോഹൻ ബഗാൻ ഒരു റൈവൽ അങ്ങനെ ആയതുകൊണ്ടൊന്നും അല്ല. ജോൺ എബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ, ഫുട്ബോളിനോടുള്ള പാഷൻ എത്രത്തോളമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ ഒരുവിധം ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാകും. അത് തന്നെയാണ് എനിക്കും ഈ ഒരു കളിയിൽ അവർ വിജയിക്കണമെന്ന് തോന്നിയത്. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ആദ്യത്തെ 11 വന്ന സമയത്ത് അവർ കുറച്ചും കൂടി ഒരു ഡിഫെൻസീവായിട്ടുള്ള ഒരു 11 ആയിട്ടാണ് തോന്നിയത്. കാരണം സബാക്കോയും ബെമ്മാമറും ഹംസായും ഒക്കെ ഒന്നിച്ച് വരുമ്പോഴത്തേക്കും ഒരു ഡിഫെൻസീവ് പ്ലെയേഴ്സിൻ്റെ അത് ഒരു എന്താ പറയുക ഒരു മേക്ക് സെൻസ് എന്ന നിലയിൽ തന്നെ എനിക്ക് തോന്നിയിരുന്നു. കാരണം മോഹൻ ബഗാൻ പോലെ അത്രയും അറ്റാക്കിംഗ് പവറുള്ള ടീമിനെതിരെ കളിക്കുമ്പോഴേക്കും അതിനെ ഒന്ന് പ്രതിരോധിക്കുക എന്നുള്ളൊരു പ്ലാൻ. പക്ഷേ അത് ആദ്യ പകുതിയിൽ പാളിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ. കാരണം 2-0 എന്ന നിലയിലാണ് ആദ്യ പകുതി അവസാനിപ്പിച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിട്ടുള്ള ബെമ്മാമറിന് പരിക്ക് പറ്റുന്നൊരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. സോ അങ്ങനെ അവർ ഗോൾ സ്കോർ ചെയ്തത് നമുക്കറിയാം പെനാൽറ്റിയിലൂടെയാണ്. അതൊരു അൺനെസസറി ഫൗളായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് ലിസ്റ്റൻ്റെ റണ്ണും സഹലിൻ്റെ ഗോളും അങ്ങനെയാണ് 2-0 നിലയിൽ വരുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ചേഞ്ചസ് വന്നിട്ടുണ്ട്. സഹലിനെയും ചേഞ്ച് ചെയ്തു, അതുപോലെ തന്നെ സ്റ്റുവർട്ടിനെയും ചേഞ്ച് ചെയ്തു. എന്നിട്ടാണ് സെക്കൻഡ് ഹാഫിലാണ് സത്യം പറഞ്ഞാൽ പെട്രോസ് കളിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്ന് ആകെ ഒരേ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റാണ് വന്നത്. കംപ്ലീറ്റ്ലി ഫസ്റ്റ് ഹാഫ് ഒരു മോഹൻ ബഗാൻ്റെ ഒരു ആധിപത്യമാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കംപ്ലീറ്റ്ലി ഒരു താഴെ പോയിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും കളി വേറെ മൂഡിലായി, ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം ആദ്യം ഒരു ഗോള് വരുന്നു, 2-1 എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തുന്നു. സോ ആ ഒരു മൊമെൻറ്റിൽ ആക്ച്വലി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്ന് പ്രതീക്ഷിക്കുന്നു. അധികം മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നില്ല. അപ്പോഴത്തേക്കും അടുത്ത ഗോളും ഗില്ലമോയുടെ ഒരു കിടിലൻ ഗോളാണ് വന്നത്. അതോടുകൂടി 2-2 എന്ന നിലയിലേക്കായിട്ട് മത്സരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. മാത്രമല്ല നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണ് പിന്നീട് നിരന്തരം അറ്റാക്സ്. കളി അവസാനിക്കുന്ന സമയത്ത് ആദ്യ പകുതിയിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അടിച്ചത് 8 ഷോട്ട് ഓൺ ടാർഗറ്റാണ്. അതുപോലെ തന്നെ 20 ഷോട്ട്സ് കളിയിൽ. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഡോമിനേഷൻ. സെക്കൻഡ് ഹാഫിൽ മോഹൻ ബഗാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളൊരു ഡോമിനേഷൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെയാണ് 2-2 എന്ന നിലയിൽ അവസാനിച്ചത്. സോ അതിനുശേഷം അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നോർത്ത് ഈസ്റ്റിന് ഈ ഒരു 90 മിനിറ്റ്സിൽ തന്നെ അവസാനിപ്പിക്കായിരുന്നു. ആ നിലയിൽ തന്നെയാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് വന്നു. ആദ്യം ഈ പറയുന്നത് പോലെ കമ്മിൻസ് ഇത്തവണയും ഷോട്ട് പുറത്തേക്ക് കളഞ്ഞു. പക്ഷേ അത് നേരത്തെ ഔട്ടിങ് ചെയ്തതിൻ്റെ പേരിൽ അത് റീ കിക്ക് എടുക്കേണ്ടി വന്നു. അത് രണ്ടാമത് അടിച്ച് കയറ്റി. എന്നാൽ പിന്നീട് ഈ പറഞ്ഞ ഗുർമീത് സിംഗ് തന്നെ രക്ഷകനാകുന്നു. അദ്ദേഹത്തിൻ്റെ സേവുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ രക്ഷിക്കുന്നു. അങ്ങനെ 10 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഒരു മേജർ ട്രോഫി സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു മത്സരം കണ്ടപ്പോൾ ഒരു രോമാഞ്ചം ഉണ്ടായി. കാരണം അവരുടെ ആരാധകരുടെ പാഷൻ, അവർ എത്രത്തോളം ഇമോഷണലാണ്. അവരുടെ ഓണറായിട്ടുള്ള ജോൺ എബ്രഹാമിൻ്റെ ഒരു പാഷൻ, ആ ഒരു ഇമോഷണൽ മൊമെൻറ്റിൽ എനിക്ക് തന്നെ ആ ഒരു ഫീൽ കിട്ടി. ഞാൻ ആലോചിക്കണം, നമ്മുടെ സ്വന്തം ടീം ഇങ്ങനെ ഒരു ട്രോഫി സ്വന്തമാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് അപ്പോൾ എന്തായിരിക്കും. ഇങ്ങനെ ഒരു ടീം ഒരു ട്രോഫി സ്വന്തമാക്കിയപ്പം നേടിയെങ്കിൽ നമുക്ക് ആ അനുഭൂതി ഉണ്ടായെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോകാം. നമുക്ക് ആ അനുഭൂതികളെ പറ്റിയൊക്കെ ചിന്തിച്ചിരിക്കാനല്ലേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ന്യായീകരിച്ച് മെഴുകാനല്ലേ പറ്റുകയുള്ളൂ. അല്ലാണ്ട് ഇപ്പം എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ് എനിക്കുള്ളത്. കാരണം പ്യുവർ പാഷൻ അതിനുള്ള ഒരു ഇത് കിട്ടി എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ സീസണുകളിലായിട്ട് അവർ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അവർ പ്രൊഫഷണലി അപ്രോച്ച് ചെയ്തതും, അവരുടെ ഒഫീഷ്യൽസിൻ്റെ ഒരു സൈഡിൽ നിന്ന് മാറ്റും. ഇപ്പോൾ നൗഷാദ് മൂസയെ കൊണ്ടുവന്നു, മന്ത്രത്തമാനെ കൊണ്ടുവന്നു, പെഡ്രോ മെനാലിയെ പോലെ നല്ല കോച്ചിനെ കൊണ്ടുവന്നു. അവരുടെ താരങ്ങളെ അവർക്ക് നിലനിർത്താൻ സാധിച്ചു. അങ്ങനെ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്തു. ജിതിൻ എംഎസിനെ പോലെയുള്ള പ്ലെയേഴ്സിനെ അവർ ടീമിലെത്തിച്ചു. അപ്പോൾ അദ്ദേഹമൊക്കെ എന്താ പെർഫോമൻസ് ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള അറിയാം.
എന്താണ് നമ്മുടെ ക്ലബിലേക്ക് അല്ലെങ്കിൽ നോക്കുമ്പോൾ എന്താണ് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടത്? അതൊന്ന് പറയണം. നമുക്ക് പാഷനാണുള്ളത്, നമ്മുടെ ഓണേഴ്സിന് പാഷനാണോ ഉള്ളതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സ്റ്റിൽ? കാരണം പാഷനാണ് ഉള്ളതെങ്കിൽ ഒരു ബിസിനസ് മോഡലായിട്ട് ഒന്നും ചിന്തിക്കുകയില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും നമ്മളൊക്കെ ഒരു സമയത്ത് സഹതാപത്തോടു കൂടി അവർ കൂട്ടിപ്പോകുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു ക്ലബ്ബാണ്. അവരും ട്രോഫി അടിച്ചിരിക്കുന്നു. സോ ഈ പറഞ്ഞ പോലെ പുട്ടിയടിക്കാൻ വരുന്നവരെല്ലാവരും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ മനസ്സിലാക്കുക, അൾട്ടിമേറ്റ്ലി സക്സസ് ഉണ്ടാവണമെങ്കിൽ ആ പാഷൻ ടുവേർഡ്സ് ദി ക്ലബ്സ് ഉണ്ടാകുക എന്നുള്ളതാണ്. അത് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് വേണ്ടത്. ഞാൻ ഇത്രയും തരത്തിൽ പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒറ്റ ക്ലബ്ബ് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ തന്നെ വരണമായിരുന്നു. കാരണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ ഒരു കപ്പ് വിൻ ചെയ്യുന്നത് എനിക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷിപ്പിക്കുന്നു, അത് കാണണമായിരുന്നു. പക്ഷേ ഈ സൈഡ് ചിന്തിക്കണമെങ്കിൽ ഇതും കൂടി സംഭവിക്കണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒഡീഷ മത്സരത്തിൽ അന്ന് സൂപ്പർ കപ്പിൽ ഒഡീഷ ജയിക്കണമെന്നല്ല ആഗ്രഹിച്ചത്. കാരണം ഈ ഒഡീഷ നോർത്ത് ഈസ്റ്റും KBFC മാത്രമല്ലേ അന്ന് ട്രോഫീസ് നേടത്തുള്ളൂ. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ക്ലിയർലി ഞാൻ ചിന്തിച്ചത് നോർത്ത് ഈസ്റ്റ് വിൻ ചെയ്യണമെന്ന് തന്നെയായിരുന്നു. സോ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എന്താണെങ്കിലും ഗോൾഡൻ ബൂട്ട് നോവ വിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ISL ദിമിയും വിൻ ചെയ്തിട്ടുണ്ട്. ഇനി തൂക്കി വിൽപ്പനയുടെ സമയമായി. അത് അവരുടെ ജോലിയാണ്, അതവർ ചെയ്തോട്ടെ. നമുക്കത് ഇത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ എനിക്ക് പോസിറ്റിവിറ്റി ഒന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ചെയ്താൽ മറ്റൊരു കാണിക്കാൻ സനിയ.